ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ ചെറിയൊരു സംഭവം പറയാം. ഒരുപാട് സയൻസ് ഫിക്ഷനുകളൊക്കെ എഴുതിയിട്ടുള്ള നീൽ ഗെയ്മാൻ ഒരിക്കൽ വലിയൊരു സദസ്സിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സദസ്സിൽ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് നീൽ ഗെയ്മാൻ്റെ ശരീരം നന്നായിട്ട് വേർക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരുപാട് അസ്വസ്ഥതകൾ സ്വയം അനുഭവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ തൊണ്ട വരളാൻ തുടങ്ങി. സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇതൊന്നും അടുത്തിരിക്കുന്ന ആളുകൾക്കറിയില്ല. അദ്ദേഹം സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത ഇപ്പോൾ കടന്നു പോകുന്നത് സഭാകമ്പമൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ താൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ എന്തോ ഒരു ഭാഗ്യത്തിൻ്റെ പുറത്ത് വിജയിച്ച പുസ്തകങ്ങളാണ്. തനിക്ക് ഈ കഴിവുകൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടോ ഒന്നുമല്ല ഈ പുസ്തകങ്ങളൊക്കെ വിജയിച്ചത്. എന്തോ ഒരു അബദ്ധത്തിൽ വിജയിച്ചു പോയതാണ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിൻ്റെ പുറത്ത് വിജയിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാലൊന്നും തനിക്ക് ആൻസർ പറയാൻ പറ്റൂല. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത്. ഇത് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. അപ്പോൾ ആ പറയാൻ തൊട്ടടുത്തിരിക്കുന്നത് പ്രശസ്തനായിട്ടുള്ള ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ആണ്. അപ്പോൾ നീൽ ആംസ്ട്രോങ്ങിനോട് ഈ ഒരു സംഭവം പറയാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് നീൽ ഗെയ്മാനോട് ഇങ്ങോട്ട് പറയുന്നത്, നീൽ ഗെയ്മാൻ, നിങ്ങളൊക്കെ വലിയ എഴുത്തുകാരല്ലേ, പക്ഷെ എനിക്ക് പറയാൻ എന്താ ഉള്ളത്? ഞാൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നല്ലാതെ, ആ ഒരു യാത്ര ചെയ്തു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു ചിന്ത എന്നെ വല്ലാതെ ഉലക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സദസ്സിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ, ഒരുപാട് എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും വിജയിപ്പിച്ചെടുത്ത ആ ഒരു വ്യക്തികൾക്ക് മനസ്സിൽ തോന്നുന്ന ചില വികല ചിന്തകളാണ്. ആ ഒരു മാനസികാവസ്ഥയാണ്, മാനസിക രോഗം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു മാനസികാവസ്ഥയാണ് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് തൻ്റെ വിജയങ്ങൾക്കൊക്കെ പിന്നിൽ അത് വെറും ഭാഗ്യങ്ങളാണ്, അല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്, അല്ലാതെ തൻ്റെ കഴിവുകൾ കൊണ്ട് വിജയിച്ചതല്ല എന്ന് ഉള്ളിലുള്ള ആ ഒരു ചിന്ത മൂലം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരുപാട് പ്രശസ്തരായ ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ കഴിവുകളുള്ള ആളുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. സാധാരണയായിട്ട് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം 5 തരത്തിലാണ് ബാധിക്കുന്നത്. ആ 5 കാറ്റഗറി എന്താണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തത് ദ പെർഫെക്ഷനിസ്റ്റ്. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത് 99% കാര്യങ്ങൾ വിജയിച്ചാലും നഷ്ടപ്പെട്ടു 1% ഓർത്ത് ദുഃഖിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ, ഇതിനെയാണ് ഈ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളാണ് മിഷേൽ ഒബാമ. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വൈഫ് എന്നതിനേക്കാൾ ഉപരി നല്ലൊരു പ്രഭാഷകയാണ്, നല്ലൊരു എഴുത്തുകാരിയാണ്, നല്ല ക്ലാസ്സുകൾ എടുക്കുന്ന, ഇൻ്റർവ്യൂവിലൊക്കെ വളരെ മനോഹരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് മിഷേൽ ഒബാമ. മിഷേൽ ഒബാമ തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം തനിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം താൻ എഴുതിയ പുസ്തകങ്ങൾ, ബിക്കമിങ് എന്നുള്ള പുസ്തകങ്ങളൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ അവർ പറയുന്ന ഈ പുസ്തകമായാലും എൻ്റെ ക്ലാസ്സുകളായാലും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യ എന്നതിൻ്റെ ആ ഒരു പദവിയിൽ നിന്ന് മാത്രം കിട്ടിയതാണ് എന്നുള്ള ആ ഒരു ചിന്ത മൂലം ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം എനിക്ക് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, അതെന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയിട്ടുണ്ട് എന്ന് തുറന്ന് പറഞ്ഞാണ് ഈ മിഷേൽ ഒബാമ. അപ്പോൾ ഒരുപാട് ആളുകളെ ബാധിച്ച ഒരു പ്രശ്നമാണ് ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ദ നാച്ചുറൽ ജീനിയസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വിജയിപ്പിച്ചെടുക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ. എങ്ങാനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് വിജയിച്ചിട്ടില്ലെങ്കിൽ അവർ ഡിപ്രസ്ഡ് ആവുന്നു, ഉൾവലിയുന്നു, വളരെയധികം മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈസൻസ് ടെസ്റ്റിന് പങ്കെടുക്കുന്ന ആളാണെങ്കിൽ, എന്തെങ്കിലും ഒരു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വിജയിക്കണം, ഉന്നത വിജയം നേടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ വരാതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ട് അവർ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാര്യമെടുത്താലും അങ്ങനെ തന്നെ. ആൽബർട്ട് ഐൻസ്റ്റീനും ഈ ഒരു വിഷയം തുറന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഒരുപാട് E=mc² എന്നുള്ള സമവാക്യങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീന് ഒരിക്കൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഈ നേട്ടങ്ങളൊന്നും താൻ അധ്വാനിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പുറത്തോ ഉണ്ടായതല്ല, അതൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. ശരിക്കും ഞാൻ ആളുകളെ വഞ്ചിക്കുകയാണോ, ചതിക്കുകയാണോ, കബളിപ്പിക്കുകയാണോ എന്നുള്ള ചിന്ത പലപ്പോഴും എന്നെ പിടികൂടിയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഡെപ്ത് എത്രത്തോളമാണ് എന്നുള്ളത്. ഇമ്പോസ്റ്റർ സിൻഡ്രോം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു കാറ്റഗറിയാണ് സോളോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഈ ഒരു കാറ്റഗറി പെടുന്ന ആളുകൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ വളരെയധികം മടിക്കുന്ന ആളുകളാണ്.
ഹെൽപ്പ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് തൻ്റെ കഴിവ് കേട് കൊണ്ടാണ്, തൻ്റെ പരാജിതമായ ഒരു അവസ്ഥ കൊണ്ടാണ് ഈ ഒരു ഹെൽപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഹെൽപ്പ് ചോദിക്കൂല, എത്ര അത്യാവശ്യമുണ്ടെങ്കിലും ഹെൽപ്പ് ചോദിക്കൂല. ഈ ഹെൽപ്പ് ചോദിക്കുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ മാനസികമായിട്ട് തളരുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് അവർ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തതാണ് എക്സ്പേർട്സ് എന്ന് പറയുന്നത്. എക്സ്പേർട്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ക്രിക്കറ്റിനെ കുറിച്ചറിയാം, ഫുട്ബോളിനെ കുറിച്ചറിയാം, AI കുറിച്ചറിയാം, പൊളിറ്റിക്സിനെ കുറിച്ചറിയാം, അതേപോലെ മറ്റുള്ള ബിസിനസ്സിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ അയാൾക്ക് ഹോക്കി എന്ന് പറയുന്ന ആ ഒരു കായിക മത്സരത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ ഈ ഹോക്കി എന്ന് പറയുന്ന ഒരു വിഷയം വന്നു, പക്ഷേ അയാൾക്കൊന്നും പറയാൻ പറ്റാതെയിരുന്നു. അപ്പോൾ അയാളുടെ മനസ്സിൽ ഉള്ള ആകുലതകൾ എന്ന് പറയുന്നത് തനിക്ക് ഒന്നും അറിയില്ലല്ലോ, തനിക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി അദ്ദേഹം തനിക്കൊന്നും അറിയില്ലല്ലോ എന്നുള്ള ആ ഒരു സ്വയം കുറ്റപ്പെടുത്തലിലേക്ക് എത്തുന്നു. ഇത് അദ്ദേഹത്തിന് ഇമ്പോസ്റ്റർ സിൻഡ്രോമിലേക്ക് നയിക്കുന്നു. വളരെയധികം മാനസികമായ സംഘർഷത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നു. ഇതാണ് ഈ എക്സ്പേർട്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. അടുത്തതാണ് ദ സൂപ്പർ ഹ്യൂമൺ എന്ന് പറയുന്നത്. ഇത്തരം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ അവർക്ക് എല്ലാ മേഖലകളിലും ഒന്നാമതായി വിജയിച്ച് കയറണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. സ്വന്തം വീട്ടിൽ, കുടുംബത്തിൽ അയാൾക്ക് അംഗീകാരം കിട്ടണം, ഒന്നാമതെത്തണം. സമൂഹത്തിൽ അംഗീകാരം കിട്ടണം, ഒന്നാമതെത്തണം. അതേപോലെ എന്തെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ല, അതിൽ അംഗീകാരം കിട്ടണം, ഒന്നാമതെത്തണം. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ, പഠിക്കുന്ന ക്ലാസ്സുകളിലാണെങ്കിൽ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും ഒന്നാമതാവണം, അംഗീകാരം കിട്ടണം എന്ന് വാശി പിടിക്കുന്ന ആളുകൾ. ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ അദ്ദേഹം പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനെ തളർത്തുന്നു, അപാരമായ മാനസിക സംഘർഷത്തിലേക്ക് അദ്ദേഹം എത്തുന്നു, ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോമിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു കാരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണങ്ങൾ ചെറുപ്പത്തിലുള്ള ചില കമ്പാരിസണുകൾ അവരെ ബാധിച്ചിരിക്കും. അതായത് പഠിക്കുന്ന സമയത്ത് അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് വളരെയധികം ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോമിലേക്ക് അവർക്ക് എത്താനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം വരാനുള്ളൊരു കാരണം സാഹചര്യങ്ങൾ മാറുന്ന സമയത്ത്. അതായത് ഒരാൾ നാട്ടിൽ നിന്ന് മാറി പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെടുമ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ എടുക്കുന്ന ചില സമയങ്ങൾ ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോമിലേക്ക് അവർ നയിക്കാനുള്ളൊരു സാധ്യത അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചിതരാവാനുള്ള ഇത്തരം മാനസികമായ പ്രശ്നങ്ങൾ, അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് മാറ്റിയെടുക്കാനുള്ള ചെറിയ കുറച്ച് ടിപ്സുകളുണ്ട്. അതിലൊന്നാമത്തെ സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. എന്ത് കാര്യങ്ങളും തൻ്റെ ന്യൂനതകളും തൻ്റെ കഴിവുകളൊക്കെ അറിഞ്ഞിരിക്കുക. ഒരുപാട് കഴിവുകൾ തനിക്കുണ്ട്, അതേപോലെ തന്നെ കഴിവ് കേടുകളുമുണ്ട് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് സെൽഫ് ആക്സെപ്റ്റൻസ്. രണ്ടാമത്തത് സെൽഫ് അവയർനെസ് ആണ്. നമുക്കൊരു സ്വയം ഒരു ആത്മബോധം ഉണ്ടായിരിക്കുക. ഞാൻ ആരാണ്, ഞാൻ ഇവിടെ എങ്ങനെ പെരുമാറണം, എനിക്ക് എന്തെല്ലാം ഉണ്ട്, എൻ്റെ വികാരങ്ങൾ എന്താണ്, വിചാരങ്ങൾ എന്താണ്, ഇത് സ്വയം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. പിന്നെ എപ്പോഴും നേട്ടങ്ങളിൽ സന്തോഷിക്കുക. എന്തെങ്കിലും കുറവുകൾ, എന്തെങ്കിലും തെറ്റുകൾ വരുന്ന സമയത്ത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാനുള്ള ഒരു മനസ്ഥിതി കാണിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിഹാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ അമിതമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.